ഹായ്, വിഴിഞ്ഞത്ത് നടന്ന ഒരു സംഭവം. വിഴിഞ്ഞം ഭാഗത്ത് ഒരു ഹോട്ടൽ ഓപ്പൺ ആയിട്ടുണ്ടെന്നും ഭയങ്കര സംഭവമാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു റീൽ ഞാൻ കണ്ടിരുന്നു. അപ്പം അതിന്റെ ബേസിൽ ശരി ഒന്ന് പോകണമെന്ന് മീൻമുട്ട അങ്ങനെ തുടങ്ങി ഭയങ്കരമായിരുന്നു റീലൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ണഞ്ചിപ്പിക്കുന്ന, മനുഷ്യനെ അങ്ങനെ ഉള്ളുകൊണ്ട് ആഗ്രഹിപ്പിക്കുന്ന ഒരു റീലായിരുന്നു. അപ്പോൾ റീലിനെ ബേസ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഒത്തിരി പേര് അവിടെ വരുന്ന ഒരു സീനുണ്ട്. മാത്രമല്ല പഴയതുപോലെയല്ല വിഴിഞ്ഞം ആ ഭാഗം, ഈ പ്രസ്തുത ഹോട്ടൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഭാഗം മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ക്രൗഡഡ് ആയിരുന്നു, ഇച്ചിരി വൃത്തിക്കുറവൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല, നല്ല വൃത്തിയുള്ള ഒരു ഏരിയ തന്നെയാണ്. പക്ഷേ ഇത് കേട്ടപ്പോൾ സങ്കടം തോന്നി. ഒന്നാമത്തെ കാര്യം, ഒരമ്മ മരണപ്പെട്ടിരിക്കുകയാണ്, അമ്മയ്ക്കൊപ്പം മരുമകനും മരണപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. പക്ഷെ ഇതിനകത്തുള്ള മെയിൻ ഇഷ്യൂ എന്താണെന്നറിയാമോ? ഈ മീൻ മുട്ട കഴിച്ചു എന്നാണ് അവർ പറയുന്നത്. പൊറോട്ടയ്ക്കൊപ്പം മീൻ മുട്ട, കപ്പ, ഇതിങ്ങനെ ആവശ്യമില്ല, എന്തോ ഫുഡിനോട് ആക്രാന്തം തോന്നി ചെന്ന് കയറി കൊടുത്തതാണെന്നാണ് തോന്നുന്നത്. ഏതായാലും ആ ചെയ്ത്തിന്റെ ഒരു ഫലം, രണ്ടുപേരുടെ ജീവൻ പൊലിഞ്ഞിരിക്കുന്ന. മൂന്നാമത്തെ ആള് ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. മകളും മരുമകനും പിന്നെ അമ്മായിയമ്മയും മക്കളും കൂടെ പോയതാണ്. അപ്പോൾ അവരുടെ കൂടെ പോയ ഒരാൾ പറയുന്ന ഒരു വോയിസ് ഉണ്ട്, അത് നമുക്കൊന്ന് കേട്ടു. ഒരു കുടുംബത്തിലെ 2 പേർ മരിച്ചിരിക്കുന്നു. കണവയും മീൻമുട്ടയും പെറോട്ടയും കഴിച്ചു പിന്നാലെ ഉമ്മയുടെ നാവ് കുഴഞ്ഞു. വിഴിഞ്ഞത്ത് കുടുംബത്തിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് പറയുന്ന വാക്കുകളാണിത്. കണവത്തോരനും മീൻമുട്ടയും കപ്പയും പെറോട്ടയും ഒക്കെ വാങ്ങി ഞങ്ങൾ ഒരുമിച്ചാണ് കഴിച്ചത്. ഭക്ഷണം കഴിഞ്ഞ് മടങ്ങിയതിന് പിന്നാലെയാണ് എല്ലാം മാറി മറിഞ്ഞത്. ഷാജിയും ഷാജിയുടെ ഭാര്യയുടെ അമ്മയുമാണ് മരിച്ചത്. ഷാജിയുടെ ഭാര്യ സജിമോൾ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 2 കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന കണ്ണൻ എന്ന വ്യക്തിയുടെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. നമ്മൾ 11 മണിക്ക് പോയി, ഇവിടെ നിന്ന് 9 മണിക്ക് നിലവിൽ പോയതാ. 11 എത്തിയപ്പോൾ കുട്ടി കഴിച്ച് തുറന്ന മേടിച്ച്, മീൻ മുട്ട മേടിച്ച്, അപ്പ മേടിച്ച്, പൊറോട്ട മേടിച്ച്. നമുക്കൊന്നും പ്രശ്നമില്ല. അമ്മ പറയുമ്പോൾ നെഞ്ചി വേദന പറഞ്ഞു, നാക്ക് കിടന്ന് തളർന്ന്, പിന്നെ വെള്ളം ചോദിച്ച്, വെള്ളം അപ്പം കടയില്ലായിരുന്നു. കുറേ നേരം വന്നപ്പോൾ കട്ടൻ ചായ മേടിച്ചു കൊടുത്ത്, പിന്നെ അവിടെ നിന്ന് മട്ട പുള്ളിക്കാരൻ സർട്ടിച്ച്, അതായത് ഷാജിങ് ആള് സർട്ടിച്ച്, അങ്ങനെ ആദ്യം പയ്യന്മാരുണ്ട്. അതാ നമ്മൾ എന്തൊരു പ്രശ്നം കാണിച്ചു അവർ വന്നത്. വില കൊടുത്ത് വാങ്ങിക്കൊന്നും കേട്ടിട്ടില്ലേ? അതാണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നിയ ഒരു കാര്യമാണ്. ഫുഡ് ഇഷ്ടമുള്ള, ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഇങ്ങനത്തെ റീലുകൾ കാണുന്നു, അതിനെ ഇഷ്ടപ്പെട്ട് പോകുന്നു. എനിക്ക് ഒരുപാട് പ്രാവശ്യം ചതി പറ്റിയിട്ടുണ്ട്, ഒത്തിരി പ്രാവശ്യം. ഈ ഫുഡ് വ്ലോഗേഴ്സ് പറയുന്നതും വിശ്വസിച്ചിട്ട് ഞാനും പോയി ചാടി കൊടുക്കാറുണ്ട്. ഒരു ഫുഡ് ലവർ തന്നെയാണ് ഞാനും. അപ്പോൾ മാക്സിമം ഇത്തരത്തിലുള്ളത് നമ്മൾ വിശ്വസിക്കരുത് എന്നുള്ളതാണ് എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഒന്നാമത്തെ കാരണം, ഇവർ പറയുന്നതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും അവിടെ പോകുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ്. ഹോസ്പിറ്റാലിറ്റിയിൽ നിന്ന് പോയിട്ട് ക്ലീൻനെസ് പോലും ഉണ്ടാകത്തില്ല. പക്ഷെ ഇവർ ഓൾറെഡി പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു പ്രത്യേകതരം വീഡിയോ എടുക്കുക, അവർ വോയിസ് ഓവർ കൊടുക്കും. ഇതാണ് അവർ പബ്ലിക്കിൽ ഇട്ട് തരുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ട്, നമ്മളൊരു കടയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ആഹാരം, ഒരു നേരത്തെ ആഹാരം, ഈ ഒരു ലേഡി നടത്തുന്ന ഒരു ഇതുണ്ട്, അത് കുറച്ചൊക്കെ ബഡ്ജറ്റ് കുറഞ്ഞ ആൾക്കാരെയാണ് അവർ പിടിക്കുന്നത്. എന്നിരുന്നാൽ പോലും അവരുടെ മുമ്പിലേക്ക് വരുന്നത് ആ കടയിലുള്ള മുഴുവൻ സാധനങ്ങളും വരുന്നൊരു സ്ഥിതിയുണ്ട്. അങ്ങനെ വരുന്ന ഒരു വീഡിയോയും നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കണ്ടിട്ട് പോകരുത്. കാരണം അത് പ്രമോഷനാണ്. അതേസമയം എവിടെയെങ്കിലും ഒരാൾ പോയിട്ട് ഒരു ഫുഡ് കഴിച്ച് എനിക്ക് ഈ ഫുഡ് ഇഷ്ടപ്പെട്ടു എന്ന് ആ ഒരു ഫുഡിൻ്റെ പേര് മാത്രമാണ് പറയുന്നതെങ്കിൽ ഉറപ്പിച്ചോളൂ, അത് ഒരിക്കലും ഒരു പ്രമോഷനല്ല, അതവർ മനസ്സറിഞ്ഞ് പറയുന്ന കാര്യമായിരിക്കും. ഇത് ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനെ തുടർന്ന് വേറൊരാളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരു പക്ഷേ അവർക്ക് ഈ ഒരു ഹോട്ടലിനെ പറ്റി പറയാനുള്ള ഭയം കൊണ്ട് അവരത് പറഞ്ഞിട്ടുണ്ടാവത്തില്ല. അവരുടെ നിന്ന് കിട്ടിയ ഒരു ബാഡ് എക്സ്പീരിയൻസിനെ കുറിച്ച് ഒരു വ്ളോഗർ പറയുന്നുണ്ട്. ഭാര്യയാണ് ഈ റീൽസ് നോക്കി ഇഷ്ടപ്പെട്ടിട്ട് ഇയാളെ അങ്ങോട്ട് കൊണ്ടുപോയത്. അവിടെ വെച്ച് ഫുഡ് കഴിച്ചപ്പോൾ അയാൾക്കുണ്ടായ എക്സ്പീരിയൻസ് അയാൾ പറയുന്നുണ്ട്. അത് കേട്ടില്ല, പണി കിട്ടിയിട്ടാണ് നമ്മളെ ഇന്നത്തെ ഫുഡ് രാത്രി മീൻ മുട്ട എങ്ങനെ ഉണ്ടായിരുന്നു? നീ പറഞ്ഞിട്ടാണ് ഞാൻ നമ്മൾ ഇതിൻ്റെ അപ്പുറത്ത് കുറേ കൊച്ചു കടകളുണ്ട്. നല്ല കിടില ഫുഡുകളാണ്. വായിക്കാത്ത വെച്ച് തിന്നണതല്ല അമ്മമാർക്ക് അറിയാമെന്നുള്ളൂ. അമ്മമാർക്ക് എന്താണ് വേണ്ടത്? ഒരു വ്ളോഗ് ചെയ്യുമ്പോഴത്തേക്ക് 25,000, 30,000, 50,000 ചാർജ്, അത് മതി. നല്ലത് അവന്മാർക്ക് അറിയത്തില്ല. ഇതിന് ഞാൻ ഇന്ന് അനുഭവം കാണിച്ചു കൊടുത്തു. എങ്ങനെ ഉണ്ടായിരുന്നു? കുടൽ എങ്ങനെ ഉണ്ടായിരുന്നു? മീൻമുട്ട എന്ന് പറഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം.
അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കയറി ഇതിനകത്ത് മനസ്സിലായത് എന്താണെന്നറിയാമോ? ആ മനുഷ്യനെ ഈ പെണ്ണുമ്പള കൊണ്ടുപോയി പെടുത്തിയതാണ്. മീൻമുട്ട എന്ന രീതിയിൽ ഇവർ കൊടുത്തത് കുടലാണ്. കുടല് ഫ്രൈ ചെയ്തിട്ട് മീൻമുട്ട എന്ന രീതിയിൽ ഇവർക്ക് ഇത് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് വിളമ്പിയിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നത്. പക്ഷേ അയാൾക്ക് ഉണ്ടായ അനുഭവം അയാളത് പബ്ലിക് ചെയ്തു, പക്ഷെ അത്രയും റീച്ചിൽ പോയില്ല. ഈ ഒരു പ്രസ്തുത ഹോട്ടലല്ലാതെ താഴോട്ട് ഒരുപാട് നല്ല ഹോട്ടലുള്ള ഒരു ഏരിയയാണ് ഈ പറയുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ അടുത്തുള്ള ഈ ഒരു ഏരിയ. അവിടെ ഇപ്പം നല്ല വൈബാണ്, കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട്, നല്ല ക്ലീനുമാണ്. അങ്ങനെ ഒരു ദുഷ്പ്രചരണത്തിന്റെ ആവശ്യമൊന്നുമില്ല. അതിന് താഴോട്ടുള്ള എല്ലാ ഹോട്ടൽസും നല്ല ക്ലീൻ തന്നെയാണ്. അതിനെക്കാട്ടിയും ഏറ്റവും പ്ലസ് പോയിന്റ് ആയിട്ട് പറയാനുള്ളത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫ്രഷ് ആയിട്ട് ഫിഷ് കിട്ടുന്ന ഒരു ഏരിയയാണ്. ഞാനൊക്കെ ഫിഷ് വാങ്ങിക്കാൻ പോകുന്ന ഒരു ഏരിയയാണ് ഈ വിഴിഞ്ഞം ഭാഗത്ത്. മുമ്പൊക്കെ അവിടെ പേയ്മെന്റ് ഒക്കെ ഉണ്ട്, അങ്ങോട്ട് കടത്തി വിടത്തില്ല. പക്ഷെ ബൾക്കായിട്ട് പോയി ഫിഷ് എടുത്തുകൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി എടുക്കുക. അപ്പോൾ 5 തെങ്ങ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, അവിടെ പോയി ഫിഷ് എടുക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെയും. ഇവിടെ ഹാർബർ അടുത്താണ്. അത് മാത്രമല്ല ഈ കൊച്ചു ബോട്ടിൽ വള്ളത്തിൽ പോയിട്ട് പിടിച്ചുകൊണ്ട് വരുന്നവരാണ് അവിടെ ഇട്ട് ലേലമിട്ടാണ് കൊടുക്കുന്നത്. അപ്പം ഫിഷ്, നല്ല ഫ്രഷ് ഫിഷ് അവിടെ ലേലം പിടിച്ച് വാങ്ങിക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു കാരണവശാലും ചീഞ്ഞ മീൻ അവിടെ കൊടുക്കേണ്ട കാര്യമില്ല. അതും മറികടന്ന് അവർ ചീഞ്ഞതാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഈ ഹോട്ടലിനെ തുറക്കാനേ അനുവദിക്കരുത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്രയും വ്യൂ പോയിന്റ് ആയ ഒരു നല്ല സ്ഥലത്താണ് അവർക്ക് ഈ ഒരു ഹോട്ടലിൽ കിട്ടിയിരിക്കുന്നത്. അതിനെ എക്സ്പ്ലോർ ചെയ്ത് നല്ല ഫുഡ് അവർ സെർവ് ചെയ്തിരുന്നെങ്കിൽ എവിടെയോ പോകേണ്ടതായിരുന്നു. ഒരു ആളക്കൊല്ലി ഹോട്ടലായിട്ട് അത് മാറിയതിൻ്റെ ഒരു വിഷമം അതാണ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇതിനെപ്പറ്റി എല്ലാവരും പറയത്തില്ല, ഈ ഹോട്ടലിൻ്റെ പേര് പറയരുത്, പേര് പുറത്തു പോകരുത്, ഒരു ഹോട്ടൽ അടച്ചു കൂട്ടുന്ന കാര്യം ശരിയാണോ, അങ്ങനെ പറയില്ലെന്നൊക്കെ പലരും പറയും. ചോദിക്കട്ടെ, ആ മരിച്ചു പോയവർക്ക് പകരം വെക്കാം, വേറെ എന്തെങ്കിലും ഈ ഹോട്ടലുകാരെ കൊണ്ട് പറ്റുമോ? കുറച്ച് പൈസ വേണമെങ്കിൽ കൊടുക്കുമായിരിക്കും. അതിനപ്പുറം ആ മരിച്ചുപോയ വ്യക്തികൾക്ക് പകരം കൊടുക്കാൻ എന്തെങ്കിലും സാധിക്കും? ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് ആ മനുഷ്യൻ, മരണപ്പെട്ടു പോയി. ആ ഉമ്മയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയാണ്. ഛാർദിച്ച് ഊപ്പാടഞ്ച് വന്നായിരിക്കുമേ തീർന്നിട്ടുണ്ടാവുക. മുൻപ് തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ഇതേപോലെ ഒരു സൽവ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് പാഴ്സൽ വാങ്ങിക്കൊണ്ട് പോയി ഹോട്ടലിൽ വെച്ച് കഴിച്ച് അവിടെ വെച്ച് തന്നെ ലൂസ് സ്റ്റൂളും വോമിറ്റിങ്ങും വന്ന് അതിനകത്തിടുന്ന പയ്യൻ മരിച്ചുപോയി. ഭയങ്കര ഇതായതായിരുന്നു. അതിനുശേഷം വളരെ നോക്കി കണ്ടിട്ട് ഈ ഷവർമ എന്നൊരു സംഗതി ഇതിൽ വരുവുള്ളായിരുന്നു. ഷവർമ വിൽക്കുന്ന എല്ലായിടത്തും ഈ ഫുഡ് പോയിസൺ വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. പലപ്പോഴും നമ്മൾ വിദേശത്തെ ഫുഡ് കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടുവരും. ഈ കോപ്പി അടിച്ച് കൊണ്ടുവരുന്നവർ മനസ്സിലാക്കാൻ അവരുടെ ക്ലൈമറ്റിനനുസരിച്ച് സംഗതികളാണ് അവിടെ വിൽക്കുന്നത്. ഇവിടുത്തെ ക്ലൈമറ്റിനനുസരിച്ചത് ഇവിടെ ഉണ്ടാകും. ആ വ്യത്യാസം നമ്മളതിന് മനസ്സിലാക്കുക, ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. നമ്മുടെ നാട്ടിന് ഒരു പൈതൃകമുണ്ട്. നമ്മൾ പഴഞ്ചോറ് കഴിക്കുന്നവരാണ്, കൂള് കഴിക്കുന്നവരാണ് തമിഴ്നാട്ടിലുള്ളവർ. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവരവരുടേതായ ജീവിത ശൈലികൾ ഉണ്ടാകും. അത് അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിരിക്കും. മാത്രമല്ല അവർ പരമ്പരാഗതമായിട്ട് അത് കഴിക്കുന്നുണ്ട്, അവർക്ക് അതിന് സ്റ്റൊമക്ക് അപ്സെറ്റ് വരത്തില്ല. പച്ചമീൻ തിന്നുന്ന മനുഷ്യരുണ്ട്. അങ്ങനെ പറയാൻ പാടില്ലാത്ത അത്രയും രീതിയിലുള്ള വെറൈറ്റി ഫുഡിന് തന്നെ ഉണ്ട്. പക്ഷെ നമുക്കത് ചുമ്മാ ഒന്ന് ടേസ്റ്റ് നോക്കാന്നല്ലാതെ നമ്മളതൊരു ഭയങ്കര മീലായിട്ട് എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും എന്നുള്ളതിൻ്റെ നല്ലൊരു ഉദാഹരണമാണ് ഈ സംഗതി. ദയവ് ചെയ്തിട്ട് ഈ ഫുഡ് ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരെ, പ്രത്യേകിച്ച് ഇതിന് അട്രാക്ഷൻ ഉണ്ടാക്കിയ ഈ ബ്ലോഗറെ ശരിക്കും പിടിച്ച് 2 പൊട്ടിക്കണം. എന്താണെന്നറിയാമോ? നമുക്ക് പൈസ കിട്ടും. ഇപ്പം ഫുഡ് ബ്ലോഗ് ചെയ്യുന്നവർക്കൊക്കെ 4000 രൂപയും ഫ്രീ ഫുഡുമാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇടയ്ക്കൊരു കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഫുഡ് ബ്ലോഗാണ് ചെയ്യുന്നത്, എനിക്ക് 4000 രൂപയും ഫുഡും കിട്ടും, ഫുഡ് ഫ്രീ ആണ്. അവിടെ പോയാൽ ആരൊക്കെ ഫാമിലിയെ കൊണ്ടുപോയാലും ഫാമിലിക്കും ഫുഡ് കൊടുക്കും, അവർക്കും ഫുഡ് കിട്ടും, 4000 രൂപയും കിട്ടുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ ചോദിച്ചു, നീ ഇത് ഓണസ്റ്റ്ലി നിനക്കിത് ശരിക്കും മനസ്സിലായിട്ട് തന്നെയാണോ നീ ഇതിനെപ്പറ്റി വ്ലോഗ് ചെയ്യുന്നതെന്ന് വെച്ചപ്പോൾ, നമുക്ക് അപ്പം തരുന്ന ഫുഡൊക്കെ നല്ലതായിരിക്കും, അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി പറയണമെന്നാണ് പറഞ്ഞത്. അതാണ് സത്യം. അവർക്ക് അപ്പം കൊടുക്കുന്ന ഫുഡ് അവർക്ക് അവരുടെ ടേസ്റ്റ് ബഡ്സ് ഒക്കെ അവരത് കഴിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ്. ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയാം, തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിൽ പോലും അങ്ങനെ ഒരു ഭയങ്കര ടേസ്റ്റി ഹോട്ടൽ എന്ന് എടുത്ത് പറയാൻ പറ്റിയ ഹോട്ടലുകൾ വളരെ വിരലിലെണ്ണാവുന്നതേ ഉള്ളൂ. ഫുഡിൻ്റെ കാര്യത്തിൽ, ഈ ഫുഡ് സെർവ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിലായിരുന്നാലും തിരുവനന്തപുരം വേസ്റ്റ് ആണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. അത് ഞാൻ കോട്ടയത്ത് പോയി താമസിച്ചതാണ്. എറണാകുളം സൈഡായിരുന്നാലും കോട്ടയമൊക്കെ ആണെങ്കിൽ ഫുഡിൻ്റെ കാര്യത്തിൽ നമുക്ക് 100% ട്രസ്റ്റ് ചെയ്യാം. എന്നിട്ടും കോട്ടയത്ത് ഏറ്റുമാനൂരിൽ ഇതുവരെ ഒരു കുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു. മന്തിയുടെ കേസ്, കുഴിമന്തി എന്ന് മലയാളം ഉണ്ടാക്കി അതിനകത്ത് എന്തോ ഇൻഫെക്ഷൻ വന്നിട്ട് ഒരു നേഴ്സ് പെണ്ണെന്തോ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. എല്ലായിടത്തും സംഭവിക്കുമെങ്കിലും ട്രിവാൻഡ്രത്ത് അത് ഭയങ്കര പ്രോബ്ലം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഭയങ്കര 0 ആണ്. 10-ൽ 2 മാർക്സ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ കുറേ മറ്റ് നാടുകളിൽ നിന്നൊന്നും ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ കുറേയൊക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും പണ്ട് നമ്മൾ നാട്ടിൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും സേഫ് എന്ന് ഞാൻ പറയും. പിന്നെ ഉണ്ട് ഇതെന്നറിയാം, സാധാരണ ഈ വീട്ടമ്മമാർ നടത്തുന്ന ചായക്കടകളുണ്ടാകും, ഈ ഭയങ്കര ബിസിനസ് മാഗ്നറ്റുകൾ നടത്താത്ത ചെറിയ ഇതുണ്ട് സ്ഥാപനങ്ങൾ. അതൊക്കെ നന്നായിട്ട് നല്ല ക്ലീനും ആയിരിക്കും. അത്യാവശ്യം നമുക്ക് നല്ല സ്വാദോടു കൂടി ഭക്ഷണം കഴിക്കാനും പറ്റും. ഈ
സ്ത്രീകളൊക്കെ ചെയ്യുന്ന ഇതൊക്കെ നമ്മൾ നോക്കി വേണം കഴിക്കാൻ. ബേസിക്കലി നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ മിതത്വം പാലിക്കുക എന്നുള്ളതാണ്. ഒരു ജ്യൂസ് പോലും കഴിക്കുമ്പോൾ നമ്മൾ മിതത്വം പാലിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഇതുപോലെ പണി കിട്ടും എന്നുള്ളതാണ്. എനിക്ക് ഇതിനകത്ത് ഈ ഫുഡ് ബ്ലോഗേഴ്സ് ഫുഡിൻ്റെ പറ്റി റീലിടുന്ന ഓരോരുത്തരടുത്തും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആളെക്കൊല്ലികളാണ്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ അതിനകത്ത് മെയിനായിട്ട് നിങ്ങൾ ആഡ് ചെയ്യേണ്ട കാര്യം, അവിടുന്ന് ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് സന്തോഷം തോന്നി എന്നല്ലാതെ ആ ഫുഡ് കൊള്ളാമെന്ന് ഒരിക്കലും പറയാൻ നിൽക്കരുത് ദയവ് ചെയ്തിട്ട്. കാരണം നിങ്ങളുടെ ടേസ്റ്റ് വേറെ, എൻ്റെ ടേസ്റ്റ് വേറെ ആയിരിക്കും. അത് 100% ആണ്. ഇപ്പം ഈ നമ്മുടെ ഇങ്ങോട്ട് തെക്കോട്ടുള്ളവരൊക്കെ തന്നെ ഈ കുടംപുളിക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്തവരാണ്. അങ്ങോട്ടുള്ളവർ കുടംപുളിയൊക്കെ ഇട്ട് കഴിക്കുന്നവരാണ്. പക്ഷെ അത് നമുക്ക് ഇഷ്ടമില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞ ടേസ്റ്റ് രുചി വ്യത്യാസങ്ങൾ ഒരുപാടുണ്ടാവും. ഞാൻ കേരളം കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട്ടിലോടൊന്നും നോക്കുകയോ വേണ്ട. ഫുഡ് ഒരു വലിയ ഇഷ്യൂ ആണ്. മെയിനായിട്ട് ചിന്തിക്കേണ്ടത് നമ്മുടെ ഹെൽത്താണ്, നമ്മുടെ സ്റ്റൊമക്കാണ്. അത് നശിപ്പിക്കാതിരിക്കാൻ മാക്സിമം നല്ല ഫുഡ് തന്നെ ചൂസ് ചെയ്യുക. കഴിക്കുമ്പോൾ നമുക്ക് സ്മെല്ല് ഫീൽ ചെയ്യില്ല, ടേസ്റ്റ് ഫീൽ ചെയ്യില്ല, സ്റ്റോപ്പ് ചെയ്യുക. അതിനകത്ത് ഹെവൻ ആണെന്ന് പറഞ്ഞാലും ലക്ഷം രൂപ നമുക്ക് നഷ്ടമെന്ന് പറഞ്ഞാലും ആ സ്പെസിഫിക് സ്പോട്ടിൽ നമ്മളത് സ്റ്റോപ്പ് ചെയ്യുക, കഴിക്കാതിരിക്കുക. ഇത് കിട്ടിയെന്ന് പറഞ്ഞ് മ്ലാച്ചെന്ന് കഴിച്ചിട്ടുണ്ടാകും. കപ്പ ഗ്യാസാണ്, കണവ ഗ്യാസാണ്, മീൻമുട്ട ഗ്യാസാണ്. ഇതൊക്കെ കഴിച്ചിട്ട് ആണ് അവർക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത്. അത് ആക്രാന്തം കൂടിയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. മരിച്ചുപോയി എന്നാലും ഞാൻ പറയുന്നതാണ്, ഫാമിലിയെയും കൊണ്ട് പോകുമ്പോൾ ഈ വ്ളോഗേഴ്സിനെ നമ്പി കൊണ്ടുപോയി കയറരുത്. നമുക്ക് അത്രയും കംഫർട്ട് സോൺ ആണെങ്കിൽ മാത്രമേ നമ്മൾ പൊടി കുഞ്ഞുങ്ങളും കൂടെ വാങ്ങിച്ചു കൊടുക്കുന്ന ഫുഡാണ്. അത്ര ഹൈപ്പാണെങ്കിൽ പോലും നമ്മൾ ശരിക്കും ആലോചിച്ച് ചെയ്യേണ്ടതായിരുന്നു. പിന്നെ ഹ്യൂജ് ബൾക്കായിട്ട് തിന്നാതിരിക്കുക. ടേസ്റ്റ് അവരിങ്ങനെ പറഞ്ഞു, നമ്മൾ പോയി എക്സ്പ്ലോർ ചെയ്തു പോകുന്നു. അതിനപ്പുറം ബൾക്കായിട്ട് ഇടിച്ച് കയറ്റാതിരിക്കുക എന്നുള്ളതാണ്. ഇത് സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞ് ഇഷ്ടമാതിരി കഴിച്ചിട്ടുണ്ടാവും. എന്ത് തന്നെയായാലും ഛർദിൽ തുടങ്ങി ആ സ്റ്റേജിൽ തന്നെ അവരെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ രക്ഷപ്പെടുമായിരുന്നു. രണ്ടുപേർക്കും നല്ലപോലെ ബോഡിക്ക് അതുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ എത്രത്തോളം പോയിസണസ് ആണ് അവർക്ക് ഉള്ളിലേക്ക് കൊടുത്തെന്ന് ആലോചിക്കുക. പിന്നെ ഇതിനെ വെളുപ്പിക്കാനായിട്ട് കുറേ പേര് വന്നിട്ട് അങ്ങനെയല്ല, പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചാൽ അബദ്ധമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഭാഗ്യം 2 പേരെ മരണപ്പെട്ടുള്ളൂ. ആ സാധനം ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് ഇത് വരത്തില്ലേ? അത് ഒരിക്കലും അവരുടെ ഒരു എന്താ പറയുക സ്മാൾ മിസ്റ്റേക്ക് അല്ല, അതൊരു ഡേഞ്ചർ മിസ്റ്റേക്കാണ്. മാത്രമല്ല ഈ ഫുഡ് കഴിച്ച ഒരാൾ പറഞ്ഞിട്ടുണ്ടല്ലോ അത് കുടലാണ് കൊടുക്കുന്നതെന്ന്. നമുക്ക് കിട്ടാത്ത റെയർ ടൈം, ഇപ്പം ചിപ്പി സീസൺ ഉണ്ട്, ആ സീസണിൽ ചിപ്പി അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ ഇഷ്ടമാതിരി കഴിക്കും, ഒരു കുഴപ്പവും വരത്തില്ല. കാരണം അത് അവൈലബിൾ ആയ ഒരു സമയമാണ്. മാംഗോ അവൈലബിൾ ആയ സമയം നിങ്ങൾ കഴിക്കുക, കുഴപ്പം വരത്തില്ല. കാരണം അത് അവൈലബിൾ ആണ്. അപ്പം ആരും അതിനകത്ത് മായം ചേർക്കാനോ ഒന്നും കുത്തിക്കയറ്റാൻ നിൽക്കത്തില്ല. അവൈലബിൾ അല്ലാത്ത സീസൺ അല്ലാത്ത ഫുഡ് ഏത് ഐറ്റം നിങ്ങൾ ചൂസ് ചെയ്യുമ്പോഴും ഓർത്തോണം, അത് അന്ന് അവൈലബിൾ ഉള്ളപ്പോൾ സ്റ്റോർ ചെയ്ത സാധനമാണ്. നമ്മളുടെ ഈ സ്റ്റോറേജ് ഫെസിലിറ്റി ആയാലും ഇതിനെ സൂക്ഷിക്കാനുള്ള ആ ഒരു ഈ സംവിധാനങ്ങളൊന്നും അത്രയധികം പുരോഗമനത്തിൽ നമ്മുടെ നാട്ടിലെത്തിയിട്ടില്ല. അത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി തന്നെ ആയിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. ഇപ്പം ചക്കയുടെ കേസായിരുന്നാലും മാങ്ങയുടെ കേസായിരുന്നാലും ഒക്കെ പിന്നെയും നമുക്കൊരു ഫ്രൂട്ട് എന്ന രീതിയിലെങ്കിലും കൺസിഡർ ചെയ്യാം. ഈ ഫിഷ്, ചിക്കൻ ഇത്തരത്തിൽ ഇപ്പം ചിക്കനൊക്കെ ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് നമുക്ക് അവൈലബിൾ ആകുന്നു. അതേസമയം ഫിഷിൻ്റെ കാര്യം പറയുമ്പോൾ 100% ഇത് ഒരു സമയത്തിന് കിട്ടുന്നത്. ഇപ്പോഴും ഏറ്റവും കൂടുതൽ കിട്ടുന്നത് കണ്ണാങ്കുഴിയാളെ അങ്ങനെ എന്തൊക്കെയാണ്, അല്ലാതെ വേറെ മീനുകൾ പോലും കറക്റ്റായിട്ട് വരുന്നില്ല. അത് നിങ്ങൾ മാർക്കറ്റിലൊക്കെ പോയി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മാക്സിമം ഇത്തരത്തിലുള്ള മീനുകൾ ഉപയോഗിക്കാതിരിക്കുക. കെട്ട മീനാണ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ ഇച്ചിരി ഉപ്പ് തേച്ച് ഉണക്കി എടുക്കും തന്നെ അപ്പുറം ഒരു കാരണവശാലും നമ്മുടെ ഹെൽത്ത് വെച്ച് ഒരു പരീക്ഷണത്തിന് പോകരുതെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി, വിഷമം തോന്നി. പക്ഷെ വിഴിഞ്ഞത്തുള്ള ബാക്കി ഹോട്ടൽസിനെ ഇത് ബാധിക്കരുത്. കാരണം അവിടെ നിന്നും ഇതുവരെയും അങ്ങനെ ഒരു റിപ്പോർട്ട് ഇതുവരെയും വന്നിട്ടില്ല. ഇത് പുതിയ ഹോട്ടൽ അവിടെ തുടങ്ങി അതുപോലെ തന്നെ അത് നാശത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവരുടെ അനാസ്ഥയാണ്. അല്പ ലാഭത്തിന് വേണ്ടി അവരെന്തൊക്കെ അവിടെ ക്രമക്കേടുകൾ കാണിച്ചിട്ടുണ്ട്. മീൻമുട്ടയൊന്നും എല്ലാ കാലത്തും അവൈലബിൾ ആവുന്ന ഒരു സാധനമല്ല. കണവ സീസണൊന്നും അല്ല ഇപ്പോൾ. പിന്നെ ഇത് രണ്ടും അവരുടെ കയ്യിലുണ്ടെങ്കിൽ അത് ബാക്കിൽ കുറേ ബോക്സിനെ കാണിക്കുന്നുണ്ട്. ഇവർ സ്റ്റോറേജ് ചെയ്ത് വെച്ച സാധനങ്ങളാണ് തരുന്നത്. ഇത് എപ്പോഴും അവൈലബിൾ ഉള്ളത് കൊല്ലം സൈഡിലാണ്. നല്ല എക്സ്പെൻസീവ് മെറ്റീരിയലുമാണ്. ഇപ്പം നിലമേൽ നിന്നൊക്കെ വന്ന് ഇവിടെ വന്ന് ഇത് കഴിച്ചിട്ട് അവർക്ക് ഈ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് എക്സ്പ്ലോർ ചെയ്യാൻ നടക്കുന്ന മനുഷ്യർ പോലും ഇത് കണ്ടിട്ട് ഷൂട്ട് ചെയ്യുന്നതിനപ്പുറം ഉപയോഗിക്കുന്നതിന് ലിമിറ്റ് വയ്ക്കും. അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ ശരീരമല്ലേ, നമ്മുടെ ഹെൽത്ത് അല്ലേ, ഒൺസ് പോയി കഴിഞ്ഞാൽ കിട്ടും. ഇപ്പോഴത്തെ കാലഘട്ടം അതാണ്. അത് ആലോചിച്ച് തന്നെ ചെയ്യുക. ഈ വഴിയരികിൽ കാണുന്ന സാധനങ്ങൾ വാങ്ങി കഴിക്കുമ്പോഴൊക്കെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. നമ്മളെല്ലാവർക്കും ഉപദേശം കൊടുക്കും. നമ്മളും ഒക്കെ പോക്കാം. ഞാനും അങ്ങനെ തന്നെയാണ്. ഭയങ്കര കൊതിയാണ് ഈ റോഡിലൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഇത് ചെയ്യും. പക്ഷെ ആ ക്ലീൻനെസ്സിനകത്ത് എന്തെങ്കിലും ഒരു ഇത് വരുമ്പോഴത്തേക്ക് പയ്യെ സ്കൂട്ടാകും. ഒരു കാരണവശാലും അതിനകത്തൊരു കോംപ്രമൈസ് ചെയ്യാൻ. നമുക്ക് ഏറ്റവും ഇഷ്ടം മോര് വെള്ളമാണ്, മോരും വെള്ളം കുടിക്കാനാണ്. പക്ഷേ റോഡിൽ നിന്നൊക്കെ മോരും വെള്ളം വാങ്ങിച്ച് കുടിച്ചെങ്കിൽ നമ്മളൊന്നും അറിയണ്ട. യൂറിൻ പോകുന്നതിനേക്കാൾ സ്പീഡിൽ പോകും
നമ്മുടെ മോഷൻ അമ്മാതിരിയാണ്. അത് ഫുഡ് പോയിസൺ തന്നെയാണ്, നമുക്കത് മനസ്സിലാകുന്നില്ല. ചിലപ്പോൾ നമ്മളുടെ ശരീരത്തിന് അത് കവർ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ളത് കൊണ്ട് നമ്മൾ ചത്തുപോകുന്നില്ല, അത്രേ ഉള്ളൂ. ഈ നഷ്ടം സഹിക്കാൻ ആ കുടുംബത്തിന് സാധിക്കട്ടെ. കൂടുതൽ ഇത്തരത്തിൽ വ്ലോഗ് ചെയ്യുന്നവരെ ഒന്നുകൂടെ മൂക്ക് കയറിയിടുക. കാരണം അവരുടെ ആ വിഷ്വൽ ട്രീറ്റിലാണ് നമ്മൾ പോയി കമന്ന് വീണ് കൊടുക്കുന്നത്. ഇപ്പം ഏറ്റവും കൂടുതൽ ഇറങ്ങി നടക്കുന്നവരാണ് എന്താ ബൺമസ്ക ആൻഡ് ചായ, ഇറാനി ചായ. ഉണ്ടയാണ് ഇറാനി ചായ ഉണ്ടാക്കി അവരെ കൊണ്ട് പറ്റുമോ? അപ്പോൾ അത് ഒരു ഫേക്ക് സാധനമാണ്, അല്ലെങ്കിൽ ഒരു സാധനത്തിനെ കുറിച്ച് കൂടുതൽ അങ്ങോട്ട് ഇമ്പാക്റ്റ് കൊടുത്ത് അതിൽ കൂടെ ഒരു മാർക്കറ്റിംഗ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ഒത്തിരി പേര് വന്ന് ചാടിയിട്ടുമുണ്ട്. പക്ഷെ അതൊക്കെ നമ്മുടെ ലൈഫ് റിസ്കി ആക്കും. കാരണം നമ്മുടെ ബോഡി, നമ്മുടെ ക്ലൈമറ്റ്, നമ്മുടെ ഒരു സർവത്രമായ നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ്, എന്ത് ഫുഡൊക്കെയാണ് ഡെയിലി കഴിക്കുന്നത്, ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന ശരീരം പെട്ടെന്ന് ഇങ്ങനെ ഒരു ഫുഡുമായിട്ട് ഇഴുകിച്ചേരാൻ ബുദ്ധിമുട്ടുണ്ടാകും. ആ ഒരു സമയത്തിൽ ചിലപ്പോൾ കയറി അറ്റാക്കായി പിടിച്ചു കഴിഞ്ഞാൽ പണി പാളും, അത്രയേ ഉള്ളൂ. നമ്മളെ ഒരു ഹോസ്പിറ്റലിൽ നമ്മളെ സേവ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതൊരു തിരിച്ചറിവും കൂടെ ആയിരിക്കണം. സോ ദാറ്റ്സ് മൈ പോയിന്റ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. ഞാൻ പലപ്പോഴും പ്രൊമോഷൻ ചെയ്യാത്തതിൻ്റെ ഒരു കാരണവും ഇത് തന്നെയാണ്. പ്രൊമോഷൻസ് ഒക്കെ വരാറുണ്ടെങ്കിലും 100% ഷുവർട്ടി ഉണ്ടെങ്കിൽ മാത്രമേ പ്രൊമോട്ട് ചെയ്യാറുള്ളൂ. അത്രയും ഒരു 3 വട്ടം 4 വട്ടം പോയി ഈ 4 വട്ടവും സെയിം എക്സ്പീരിയൻസ് ആണെങ്കിൽ മാത്രമേ ആ ഒരു സംഗതി ഞാൻ പ്രൊമോട്ട് ചെയ്യാറുള്ളൂ എന്നുള്ളതാണ്. എല്ലാവർക്കും എല്ലാം പറ്റാതെയൊന്നുമല്ല. പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്നവർ ഓർത്തുള്ള മറ്റുള്ളവരുടെ ജീവൻ വെച്ചാണ് നിങ്ങൾ കളിക്കുന്നത് എന്നുള്ളതാണ്. പലരും മച്ചാനെ, പൊളി മച്ചാനെ, സഹിക്കാൻ വയ്യ മച്ചാനെ, ഈ അമ്മാതിരിയൊക്കെയാണ് പറയുന്നതെന്ന് അറിയാം. അടിച്ച് പറ്റിച്ചു കൊടുക്കാനാണ് തോന്നുന്നത്. താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ എഴുതണം. തീർച്ചയായിട്ടും കമൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.